ഇത് നിമിഷപ്രിയയുടെ കഥയാണ്. 1989 ജനുവരി 1 ജനിച്ച നിമിഷപ്രിയ ഒരു ഇന്ത്യൻ നഴ്സ്. കേരളം പാലക്കാട് ജില്ലയിലെ കൊല്ലങ്കോട്ടാണ് അവളുടെ ജന്മദേശം. സ്കൂളിൽ ഏറ്റവും മികച്ച വിദ്യാർത്ഥിനികളിൽ ഒരാളായിരുന്ന പ്രിയയ്ക്ക് ഒരു പ്രാദേശിക സഭയുടെ സഹായത്തോടെ നഴ്സിംഗ് പഠനം നടത്താൻ അവസരം കിട്ടുന്നു. പക്ഷേ സ്കൂൾ വിടുന്ന പരീക്ഷയിൽ പാസ്സാകാതെ പോയതുകൊണ്ട് കേരളത്തിൽ നഴ്സായി ജോലി ലഭിച്ചില്ല. 2008 ജോലി തേടി യമനിലേക്കായി പ്രിയയുടെ യാത്ര. സനയിലെ സർക്കാർ ആശുപത്രിയിലാണ് അവൾ നഴ്സായി ജോലി ചെയ്യുന്നത്. 2011 വീട്ടുകാർ ഉറപ്പിച്ച വിവാഹം കഴിക്കാൻ കേരളത്തിലേക്ക് മടങ്ങി. തുടർന്ന് ഭർത്താവ് ടോമി തോമസിനൊപ്പം വീണ്ടും യമനിലേക്ക് തിരികെ. 2012 ഡിസംബറിൽ ഇവൾക്കൊരു മകൾ ജനിച്ചു. ജീവിതം നിർവഹിക്കാൻ പണമില്ലാതെ പ്രിയയും ഭർത്താവും പാടുപെട്ടു. 2017 ഒരു യമൻ പൗരനെ കൊലപ്പെടുത്തിയെന്ന കേസിൽ അവൾ കുറ്റക്കാരിയാകുന്നു. 2018 മുതൽ യമനിലെ സെൻട്രൽ ജയിലിലാണ് പ്രിയ. വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട അവൾ 2025 ജൂലൈ 16 വധശിക്ഷ നടപ്പിലാക്കാൻ യമൻ അധികൃതർ തീരുമാനിച്ചു. ഒരിക്കൽ സ്വപ്നങ്ങൾ സാക്ഷാത്കരിച്ച മലയാളി നഴ്സ്, ഇന്ന് മരണത്തിനായി കാത്തിരിക്കുന്ന തടവുകാരി. ഒരു മാസത്തെ ഇന്ത്യയിലെ വിശ്രമത്തിന് ശേഷം ഫണ്ടുകളുമായി അവർ വീണ്ടും യമനിലേക്ക്. 2014 സ്വന്തം ക്ലിനിക് തുടങ്ങാനുള്ള ആഗ്രഹത്തോടെ പ്രിയ ജോലി വിട്ടു. എന്നാൽ യമൻ നിയമം അനുസരിച്ച് ഒരു ദേശീയ ബിസിനസ് പങ്കാളി ആവശ്യമായിരുന്നു. ഇതിലേക്കാണ് ടെക്സ്റ്റൈൽ ഷോപ്പ് ഉടമയായ തലാൽ അബ്ദു മഹദി കടന്നു വന്നത്. 2014 ഒക്ടോബറിലാണ് നിമിഷയും തലാലും ആദ്യമായി കണ്ടുമുട്ടുന്നത്. 2015 ആദ്യത്തിൽ കടം വാങ്ങിയ പണം ഉപയോഗിച്ച് 14 കിടക്കകളുള്ള അൽ അമാൻ മെഡിക്കൽ ക്ലിനിക് പ്രിയയും ഭർത്താവും ആരംഭിച്ചു. വിദേശ ഉടമസ്ഥതയുള്ള സ്ഥാപനങ്ങൾക്ക് സ്പോൺസർഷിപ്പ് ആവശ്യമായതിനാൽ തലാലിന് 6 ലക്ഷം യമൻ റിയാൽ പണം നൽകി, പെർമിറ്റുകൾക്കും അനുമതികൾക്കും വേണ്ടി. 2015 ജനുവരി മകളുടെ മാമോദിസയ്ക്കായി തലാലിനൊപ്പം കേരളത്തിലേക്ക് തിരിച്ചു പോന്നു. ഭർത്താവ് ടോമി കൂടുതൽ പണം സ്വരൂപിച്ചു. എന്നാൽ അതിനിടയിൽ യമനിൽ ആഭ്യന്തര യുദ്ധം രൂക്ഷമായി. ഇന്ത്യ സർക്കാർ യാത്രാവിലക്ക് ഏർപ്പെടുത്തി. പ്രിയ യമനിൽ ഒറ്റപ്പെട്ടു. ഭർത്താവും മകളും ഇന്ത്യയിൽ. സ്വപ്നങ്ങളും പണവും ഒരു വിദേശ നാട്ടിൽ തകരാറിലായി. യമനിൽ ആഭ്യന്തര യുദ്ധം തുടങ്ങി. ക്ലിനിക്കിൽ നിക്ഷേപിച്ച പണം എത്തിച്ചതിനാൽ പ്രിയ യമനിൽ തുടരാൻ തീരുമാനിച്ചു. പക്ഷേ ബിസിനസ് പങ്കാളിയായ തലാൽ മഹദിയുമായി പ്രശ്നങ്ങൾ ആരംഭിച്ചു. പ്രിയയുടെ ആരോപണം ഫണ്ട് മോഷണം, ശാരീരിക ഭീഷണികൾ, താനാണ് അവളുടെ ഭർത്താവെന്ന വ്യാജം, പാസ്പോർട്ടും രേഖകളും പിടിച്ചെടുത്തു, ഇന്ത്യയിലെ ബന്ധുവുമായി സംസാരിക്കാനും അനുവാദമില്ല. 2016 ഇപ്രകാരം പ്രിയ പോലീസിൽ പരാതി നൽകി. പക്ഷേ സഹായം ലഭിച്ചില്ല. വിവാഹ ഫോട്ടോകൾ പോലും മായ്ച്ച് വ്യാജ വിവാഹ രേഖകൾ ഉണ്ടാക്കി. കോടതിയിൽ കേസ് പോയപ്പോൾ മഹദിയുടെ വ്യാജരേഖകൾ അംഗീകരിച്ചു. പ്രിയയും മഹദിയും കുറച്ചു നാളത്തേക്ക് ജയിലിലായി. പ്രിയയുടെ വെളിപ്പെടുത്തലുകൾ: പീഡനങ്ങൾ, മയക്കുമരുന്ന് ഉപയോഗം, പലതവണ മഹദി ജയിലിലായി. 2016 ഫെബ്രുവരി കോടതി പ്രിയയ്ക്ക് ക്ലിനിക് രേഖകളും സ്വത്തുകളും തിരികെ നൽകി. എങ്കിലും തലാൽ വീണ്ടും തട്ടിപ്പ് കേസിൽ ജയിലിലായി. പ്രിയ അദ്ദേഹത്തെ സന്ദർശിച്ചു. പാസ്പോർട്ടും വ്യാജ വിവാഹം അസാധുവാക്കാനും ആവശ്യപ്പെട്ടു. 2017 ജൂലൈയിൽ തനിയെ രക്ഷപ്പെടാൻ വേണ്ടി കെറ്റാമിൻ എന്ന മരുന്ന് നൽകി നിമിഷപ്രിയ തലാലിനെ കൊലപ്പെടുത്തി. മൃതശരീരം വാട്ടർ ടാങ്കിൽ നിക്ഷേപിച്ചു, മറ്റൊരു നഴ്സിന്റെ സഹായത്തോടുകൂടെ. 2017 ഓഗസ്റ്റിൽ നിമിഷപ്രിയ പിടിയിലായി. മാധ്യമങ്ങൾ ഇരുവരും വിവാഹിതരാണെന്ന് തെറ്റായി റിപ്പോർട്ട് ചെയ്തു. 2018 കൊലക്കുറ്റത്തിന് വധശിക്ഷ വിധിച്ചു. ഇന്ത്യയിൽ നിന്നുള്ള അഭിഭാഷകൻ KR സുഭാഷ് ചന്ദ്രൻ പറയുന്നു, വ്യാഖ്യാതാവോ നിയമസഹായമോ ഇല്ലാതെ അറബിയിലായിരുന്നത്രേ വിചാരണ. അതിനാൽ പുനർവിചാരണ നടന്നു. 2020 ആ വിചാരണ ആവശ്യപ്പെട്ടത് പ്രകാരം നടത്തപ്പെടുന്നു. ഫലമോ അങ്ങനെ തന്നെ. 2018 വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട മലയാളി നഴ്സ് നിമിഷപ്രിയ. എന്നാൽ അതേ വർഷം തന്നെ പ്രിയയുടെ ബന്ധുക്കളും സുഹൃത്തുക്കളും ചേർന്ന് സേവ് നിമിഷപ്രിയ ഇന്റർനാഷണൽ ആക്ഷൻ കൗൺസിൽ രൂപീകരിച്ചു. ഈ ഗ്രൂപ്പ് 2020 മുതൽ ജീവൻ രക്ഷിക്കാനുള്ള പ്രതീക്ഷയുടെ പേരിൽ പ്രവർത്തിച്ചു. ക്രൗഡ് ഫണ്ടിങ്ങിലൂടെ ഏകദേശം $1 മില്യൺ സമാഹരിച്ചു.
യമനിലെ സാമൂഹ്യ പ്രവർത്തകൻ സാമുവൽ ജെറാം എന്നൊരാളെ ഇരയുടെ കുടുംബവുമായി ചർച്ച നടത്താൻ നിയോഗിച്ചു. കേരളത്തിലെ ദരിദ്രരായ വീട്ടുജോലിക്കാരിയായ പ്രിയയുടെ അമ്മ 2024 ഏപ്രിൽ യമനിലേക്ക് യാത്ര ചെയ്തു. ഇരയുടെ ബന്ധുക്കളോട് മാപ്പ് ചോദിക്കാൻ, അവളുടെ മകളുടെ ജീവൻ രക്ഷിക്കാനുള്ള ഒരു അമ്മയുടെ അവസാന ശ്രമം. ശിക്ഷാതീയതി അടുത്തിരിക്കുന്നു. യമനിലെ ജയിൽ വകുപ്പ് ഡയറക്ടർ ജനറൽ അറിയിച്ചിട്ടുണ്ടെന്ന് റിപ്പോർട്ട്. നാം ഇപ്പോഴും അവളെ രക്ഷിക്കാൻ ശ്രമിക്കുന്നു, സേവ് നിമിഷ പ്രിയ ഗ്രൂപ്പിലെ ബാബു ജോൺ പറയുന്നു. പക്ഷേ ഒടുവിൽ മാപ്പ് പറയാൻ തയ്യാറാവേണ്ടത് ഇരയുടെ കുടുംബമാണ്. ഇപ്പോഴും പ്രതീക്ഷ കത്തുന്നു. അവളെ രക്ഷിക്കാനാകുമോ?